മലയാളിയുടെയും ആദർശിന്റെയും പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നാഗേന്ദ്രനെ കൊണ്ട് ജലജ ആ കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും എന്നെ പിടിക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് പോവേണ്ട ഒരു അവസ്ഥ വന്നാൽ നീ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ എല്ലാം സമ്മതിച്ച് നാഗേന്ദ്രനെ കൊണ്ട് അത് ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് നാഗേന്ദ്രനെ അവിടെ ജ്വല്ലറി വെച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്കെന്നെ വീട്ടീന്ന് നാഗേന്ദ്രനെ ഇറക്കിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, "ഞാനൊന്നും നിങ്ങളെ കൂടെ വരുന്നയൊന്നുമല്ല. ഈ പുള്ളേരെയും കൊണ്ട് ഞാനെവിടെ വരാനാന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ ജലജയാണെങ്കി വാക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പം ജലജ പറയുന്നുണ്ട്, "നിങ്ങള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ വീട് വിട്ട് പോണം. അതിന് എന്നെ എന്തിനാ പിടിക്കുന്നേന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മള് ജലജ അങ്ങ് കാല് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ മുത്തശ്ശനും നമ്മളെ അജയനൊക്കെ ആണെങ്കില് നാഗേന്ദ്രനെ അവിടുന്ന് അടിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ നാഗേന്ദ്രൻ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ ഉള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.